നമസ്കാരം. അങ്ങനെ അതിരടി എന്ന പ്രീമിയർ ഷോ കണ്ടിട്ട് ഇറങ്ങിയതാണ്. അരുൺ നായർ ഉദയൻ റൈറ്റർ ആൻഡ് ഡയറക്ടർ, പ്രൊഡ്യൂസർ നമ്മുടെ ബേസിൽ ജോസഫും അതുപോലെ തന്നെ അനന്തുവാണ്. സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ബേസിൽ ജോസഫും അതുപോലെ തന്നെ നമ്മുടെ ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ഷാൻ റഹ്മാൻ. സത്യത്തിൽ ഷാൻ റഹ്മാൻ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറായിട്ടാണ്. പുള്ളി കിട്ടുമായിട്ട് ഫൺ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പശ്ചാത്തലമാണ് കാണിക്കുന്നത്. അവിടെ നടക്കുന്ന ചില സംഭവങ്ങളും ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ. ഞാൻ കഥയിലോട്ടോ കാര്യമായിട്ടോ ഒന്നും പോകുന്നില്ല. ഒരു ഫുൾ ഫാമിലി എൻ്റർടൈനർ ഫൺ സിനിമ അങ്ങനെ പറയാം. മാസുമുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ഇമോഷണൽ സംഭവങ്ങളുമുണ്ട്. പക്കാ കളർഫുള്ളാണ് സിനിമ. എവറിത്തിങ് ഗുഡ് എന്ന് പറയാം. ബേസിലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി സ്ക്രീനിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴല്ലോ ഒരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ. കോമഡിയൊക്കെ പുള്ളി അനായാസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടൊവിനോയുടെ കാര്യം എടുത്തു പറയണതിനകത്ത്, ടൊവിനോ ഇതിനകത്തൊരു ഗുണ്ടയുടെ റോളിലാണ് എത്തുന്നത്. അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. തോട്ട കുട്ടൻ എന്നാണ് നമ്മുടെ ടൊവിനോയുടെ ക്യാരക്ടറിൻ്റെ പേര്. ഒരു രക്ഷയില്ല കേട്ടോ. ടൊവിനോ ഒക്കെ എനിക്ക് തോന്നുന്നു ടൊവിനോ കോമഡി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ഫുൾ വൈബാണ് സിനിമ. അതായത് 2 മണിക്കൂറും 38 മിനിറ്റുമാണ് സിനിമ ഉള്ളത്. അതിങ്ങനെ നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ടെങ്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാമിയോ റോള് വരുന്നുണ്ട്. മോനെ, അത് തിയേറ്ററിൽ ഒരു 10 മിനിറ്റ് ഫുൾ ഓണായിരുന്നു ഓഡിയൻസ്. അതായത് ഈ ഒരു നടന് ഒരു സിനിമ കൊണ്ട് ഇത്രയധികം ഫാൻസിനെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്ന. സാധാരണ നമ്മൾ ഒരു സിനിമയിൽ ക്യാമിയോ റോളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മമ്മൂക്ക, ലാലേട്ടൻ അങ്ങനെയുള്ള വലിയ താരങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്റർ ഓണാകുന്ന കയ്യടിയൊക്കെ വരുന്നത്. ഇത് വേറെ ലെവലിൽ തന്നെ കൊണ്ടുപോയി പുള്ളി ആ ഒരു 10 മിനിറ്റിൽ പൊളിച്ചങ്ങോട്ട് അടിക്കട്ടാ. ഫുൾ അതിരടി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും പൊരിഞ്ഞ അടിയൊക്കെയാണ്. അടിയൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത്. പക്ഷെ ഒരു എന്താ പറയുക, ഒരു ഫാമിലിക്ക് വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. പക്കാ കളർഫുൾ ഫാമിലി എൻ്റർടൈനർ കോമഡി ചിത്രമായിട്ടാണ് സിനിമ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ബേസിൽ, അതുപോലെ തന്നെ ടൊവിനോ, പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു എൻട്രി. വിനീത് ശ്രീനിവാസൻ അവസാനം കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്ത് കളഞ്ഞു. അത്യാവശ്യം കുറച്ച് ഇമോഷണൽ സംഭവങ്ങളും എല്ലാം കൊണ്ടും മൊത്തത്തിൽ സിനിമ കിട്ടുമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്ത് പ്രിയ ഷിബു ആണ്. പിന്നെ നമ്മുടെ ദർശന രാജേന്ദ്രനുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയൻ. അടിപൊളി മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതിനകത്തൊരു അവസാനത്തെ ഒരു പാട്ടും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. അതുപോലെ സിനിമോട്ടോഗ്രാഫി സാമുവൽ സിനിമോട്ടോഗ്രാഫിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് കോമ്പിനേഷനൊക്കെ മൊത്തത്തിൽ സിനിമ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെയാണ്. നമ്മളിങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെയും നമ്മളിങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റിയ ഒരു പക്ക ഫൺ സിനിമ. അത്യാവശ്യം ബേസിലൊക്കെ കോമഡി ചെയ്ത് നമ്മളങ്ങോട്ട് വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തി. പുള്ളിയുടെ ആ ഒരു മാനറിസം, പുള്ളിയുടെ ആ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ആ ഒരു അഭിനയമൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എനിക്ക് ജയ 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 എന്ന സിനിമയ്ക്ക് ശേഷം ബേസിൽ ഇത്രയും ഫ്ലെക്സിബിളായിട്ട് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ കേട്ടോ. കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫൈറ്റൊക്കെ ആണെങ്കിലും ഗംഭീര ഫൈറ്റാണ്. ആ ക്യാമിയോ റോള് അത് വേറെ ലെവൽ. ഞാനത് പറയുന്നില്ല, സ്പോയിൽ ചെയ്യുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. നല്ലൊരു സിനിമ. കുറേ നാൾക്ക് ശേഷം വീണ്ടും നല്ലൊരു സിനിമ കണ്ടതിൻ്റെ ഒരു ഫീല് കിട്ടി. ലോജിക്കും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. ഒന്ന് തിയേറ്ററിൽ വന്ന് ഒരു 2.5 മണിക്കൂർ ഫാമിലിയായിട്ട് വന്നിരുന്ന് കണ്ടൊന്ന് ചിരിച്ച് ഒന്ന് സന്തോഷിച്ചിറങ്ങാൻ പറ്റിയൊരു സാധനം. പിള്ളേർക്ക് പറ്റിയ ഒരു സിനിമ. പിള്ളേർ തൂക്കും ഈ സിനിമ, അതിനകത്ത് ഒരു സംശയമില്ല. കിട്ടില്ല സാധനമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എല്ലാവരും ചെയ്തിട്ടുള്ളവരെല്ലാം നല്ല കിഡിലം പെർഫോമൻസ് ആണ്. ഒന്നിനൊന്നിന് ബെറ്ററായിട്ട് വന്നിട്ടുണ്ട് സിനിമ. അപ്പം അതിരടി സിനിമ നാളെ എല്ലാവർക്കും തിയേറ്ററിൽ കാണാം. അപ്പോൾ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക. മൊത്തത്തിൽ സിനിമ ഒരു ഫുൾ ഓൺ വൈബാണ് പടം. വേറെ ലെവൽ സിനിമ, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.